ഇനി സ്വന്തം കഴിവുകളെല്ലാം ഒളിപ്പിച്ച് വെച്ച് ആർക്കൊന്നും കൊടുക്കാതെ ജീവിക്കുന്നതാണ് സ്വാർത്ഥം എന്ന് പറയുന്നത്. അതാണ് സത്യത്തിൽ അഹങ്കാരം എന്ന് പറയുന്നത്. കാരണം എന്താണെന്നറിയോ? ഞാൻ എന്നെ തന്നെ പ്രകാശിപ്പിക്കുമ്പോൾ ആളുകളുടെ മുമ്പിൽ ഞാൻ ചെറുതാക്കപ്പെടുമോ, മറ്റുള്ളവരുടെ പ്രകാശത്തിന് ഒപ്പിച്ചുള്ള പ്രകാശം എനിക്കുണ്ടാകുമോ എന്ന ചിന്തയൊക്കെ വരുന്നത് അഹങ്കാരത്തിൽ നിന്നല്ലേ. അത് എളിമയ്ക്ക് ഓപ്പോസിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എളിമയെന്ന് തെറ്റിദ്ധരിക്കുന്ന പലതും അഹങ്കാരമാണെന്ന് തിരിച്ചറിയുക. നിസ്വാർത്ഥത എന്ന് കരുതുന്ന പലതും വല്ലാത്ത സ്വാർത്ഥതയാണ്. യഥാർത്ഥ സ്വാർത്ഥത അത്ര ശരിയല്ലാത്ത കാര്യമൊന്നുമല്ല. പക്ഷേ നമ്മൾ നിസ്വാർത്ഥത എന്ന് പറയുന്ന ചില കാര്യങ്ങളൊക്കെ വല്ലാത്ത സ്വാർത്ഥതയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരച്ഛനെന്ന നിലയിൽ എനിക്ക് ആളുകൾക്ക് വേണ്ടി മുഴുവൻ സമയവും ചെലവഴിക്കാൻ പറ്റുമായിരിക്കാം. പക്ഷേ ഞാൻ ആളുകൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ്. പൊതുവെ ആളുകൾക്ക് വേണ്ടി സമയം കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എൻ്റെ പ്രാർത്ഥന സമയം, എൻ്റെ വ്യായാമത്തിൻ്റെ സമയം, എൻ്റെ പഠനത്തിന് സമയം ഇതുപോലും മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ഓടിക്കിടക്കുകയാണെങ്കിൽ ഞാൻ എന്നോട് ദ്രോഹം ചെയ്യാൻ തുടങ്ങും. സത്യമല്ലേ? കാരണം പ്രാർത്ഥന എന്ന അടിത്തറയില്ലാതെ എനിക്ക് എത്ര നാൾ ദൈവത്തിൻ്റെ വെട്ടം പരത്തിക്കൊണ്ട് ജീവിക്കാൻ പറ്റും? അപ്പോൾ പ്രാർത്ഥനാ സമയം ഞാൻ സർവീസിന് വേണ്ടി മാറ്റി നിർത്തുകയാണെങ്കിൽ അത് തെറ്റാണ്. പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയുടെ സമയം തന്നെ വേണം. അതുപോലെ തന്നെ എൻ്റെ ശരീരത്തോട് എനിക്ക് ആദരവുണ്ടെങ്കിൽ അതിനെ വ്യക്തതയോടുകൂടി നോക്കിക്കാണേണ്ടത് എൻ്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ വ്യായാമത്തിന് സമയം കണ്ടെത്താൻ പറ്റണം. ആ സമയം പോലും ഞാൻ മാറ്റിവെച്ചുകൊണ്ട് ഓടി കിടക്കുകയാണെന്ന് പറയുന്നത് സത്യത്തിൽ ഞാനെന്ന വ്യക്തിയോട് കാണിക്കുന്ന അനീതിയില്ലേ? അങ്ങനെയാണെങ്കിൽ എന്തിനും ഏതിനും കൃത്യമായ സമയം കണ്ടെത്താൻ കഴിയലല്ലേ ആത്മീയത എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം മാറ്റി കളഞ്ഞുകൊണ്ട് ഒരു തരം കൊത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നതിനെ ആത്മീയത എന്ന് വിളിക്കാൻ പറ്റില്ല.